ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ടോഹൻഡ്ര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1:64 സ്കെയിൽ ടൈപ്പ് വരുന്ന ഒരു ഡൈകാസ്റ്റ് കാറാണ് നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഡെഡ് സ്കൈ പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡൈകാസ്റ്റ് മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡെഡ് സ്കൈ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മോഡൽ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പാക്കറ്റ് കാണുമ്പോൾ തന്നെ ഒരു ഹോട്ട് വീലിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഹോട്ട് വീലിൻ്റെ പോലെ തന്നെ ഒരു ക്വാളിറ്റിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര സൂക്ഷിച്ച് മുറിക്കണം. ഇങ്ങനത്തെ ഓരോ പാക്കറ്റുകൾ എടുത്തേക്കണ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഭ്രാന്തനായി പോയില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എന്തത്ര പെടുന്ന ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്ന മുറിക്കാനൊന്നും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതെല്ലാം ലോക്കൽ സാധനങ്ങൾ കീറി പൊളിച്ച് എടുത്തിട്ടുണ്ടാവും ഞാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനത് കൈ പിടിച്ച് ഫസ്റ്റ് എനിക്കിത് കൈ പിടിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തു. ഇത് പിന്നെ ഒന്നാമത് മെയ്ഡ് ഇൻ ഇന്ത്യ. എനിക്ക് ഏറ്റവും ഇതിൽ അട്രാക്റ്റായി തോന്നിയത് ഇതിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് പെയിൻറ്റിങ് തന്നെയാണ്. പിന്നെ എൻ്റെ ക്യാമറ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. അത്യാവശ്യം കുറവ് തന്നെയാണ് ക്യാമറ ക്ലാരിറ്റിയൊക്കെ. എന്നാലും അത്യാവശ്യം ആ ഒരു ഡീറ്റെയിലിംഗ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. സാധാ ഹോട്ട് വീൽസ് ഓടിക്കുമ്പോഴുള്ള ഒരു വെയിറ്റും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. സാധാ ലോക്കൽ സ്ഥലത്തുള്ള സ്ക്രൂ എന്നല്ല, ഹോട്ട് വീൽസിൽ ഉണ്ടാവണ പോലെ തന്നെ തന്നെയാണ് അവരും കൊടുത്തിരിക്കുന്നത്. സ്ക്രൂവിന് പകരമുള്ള അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതല്ലല്ലോ നമ്മളിന്ന് തമിഴിൽ കണ്ടത്. ഒരു ഗ്യാരേജ് ഉണ്ടാക്കുക, ഒരു 90s ടൈപ്പ് ഗ്യാരേജ് ഉണ്ടാക്കണതല്ല ഇങ്ങനെ കണ്ടു വിചാരിക്കും. അത് നമ്മൾ ഈ 90s, ഇത് കാർ ഒരു 90s മോഡലാണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാരേജ് ഉണ്ടാക്കണത്. അപ്പോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ഡയറോമ ഉണ്ടാക്കാൻ വേണ്ടി 3 പീസ് കട്ട് ചെയ്ത്, ഈ 2 പീസിലൊരു ബ്രിക്സിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലേഡ് വെച്ചിട്ടൊന്ന് കോരി എടുക്കുന്നുണ്ട്. ബാക്കി ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇതാണ് ഈ ഡയറോമയുടെ ബേസ് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു സിൽവർ കളറാണ് ഇതിൽ പെയിൻറ്റ് ചെയ്തെടുക്കണത്. നമ്മുടെ ഈ വാളിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ട് നമ്മുടെ ഈ പെൻസിലിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കേട്ടോ. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ നമുക്ക് അതിന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3 പീസോട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മളതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഷെൽഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കണ വീഡിയോ എടുത്ത് ലാഗ് അടുപ്പിക്കേണ്ട വെച്ചാൽ എടുക്കാം. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു റെഡും ബ്രൗണും മിക്സ് ചെയ്തിട്ടൊരു കളറാണ് നമ്മളിതിൽ അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ 2 ഓയിൽ ക്യാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട്, ഒന്നിൽ ബ്ലാക്ക് ഒന്നിൽ റെഡുമാണ് നമ്മൾ അടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയറോമയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിളിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ഓയിൽ ക്യാനുകളും ചെറിയ ഓയിൽ ക്യാനുകളും നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മളിതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ടേബിളിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഈ ടേബിൾ ഒടിച്ചപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടിട്ട് നമ്മൾ ഈ സൈഡിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ബാക്കിയൊക്കെ നമുക്ക് ഇതിനനുസരിച്ച് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ 90s ടൈപ്പ് ഗാരേജ് ഇവിടെ സെറ്റ് ആയിട്ട് കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പണി പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതേനെ കയറ്റിയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ വന്ന് പാർക്ക് ചെയ്യും കേട്ടോ. കണ്ടോ കേട്ടോ.